എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് പുഴക്കിലുള്ള കല്യാൺ ഹീറോയിലാണ് കേട്ടോ. എന്താണല്ലേ ഹീറോ സൂം 125 2025 വരുമ്പോ കിഡ്ലൻ അപ്ഡേഷനോട് കൂടി നമുക്ക് ഷോറൂമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോകാം അല്ലേ? നമ്മൾ അടിച്ചു കണ്ടു പോരെ. മച്ചവരപ്പം നമ്മുടെ കൺമുന്നിൽ ഇതാട്ടോ ഹീറോ സൂം 125 ആണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു മോഡൽ വരുമ്പോൾ 110 ആയിരുന്നു കേട്ടോ. ആ ഒരു മോഡൽ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കത് 2025 വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഹീറോ കമ്പനി ഇവനെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ മാറ്റങ്ങളാണ് ഇവനിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം കേട്ടോ. ഫ്രണ്ട് മാസ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഡ്യുവൽ ടോൺ കളറാണ് വന്നിട്ടുള്ളത്. അതായത് ബ്ലാക്ക് ദെൻ യെല്ലോ കളർ കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഭാഗമാണ് കാണാൻ പറ്റുക. ശരിക്കും ജസ്റ്റ് ഇവിടെ ഒരു വൈസർ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായേനെ എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഉഷാറായിട്ട് തന്നെയാണ് ആ ഒരു ഫ്രണ്ട് ഭാഗം അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഹനത്തിൽ നിന്ന് ഈ ഒരു സൂം 125 2025 വരുമ്പോൾ അടിമുടി മാറിയിട്ടുണ്ട് കേട്ടോ വാഹനം. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ ഇൻഡിക്കേറ്റേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവൻ്റെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു മിറേഴ്സൊക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ. അതും നല്ല ഷേപ്പോട് കൂടി വാഹനത്തിന് ആ ഒരു ഭംഗി കളയാതെ നല്ല ഷേപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് കിഡ്ലൻ DRL വന്നിട്ടുണ്ട്. ഈ സെൻട്രലായിട്ടാണ് നമുക്ക് ഹീറോൻ്റെ ആ ഒരു ലോഗോ കാണാം കേട്ടോ. LED പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വരുന്നത് കേട്ടോ. ഹാൽക്കൺ ഇൻസ്പയർഡ് സിഷൻ ലൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്ലൻ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റും. അതോടൊപ്പം നമുക്ക് കണ്ടോ ഡുവൽ ടോൺ കളറുള്ള ആ ഒരു മൺഗാർഡ് യെല്ലോ ദെൻ ബ്ലാക്ക് ആ ഒരു മൺഗാർഡും ഇതിൽ വന്നിട്ടുണ്ട്. മൺഗാർഡിലും അത്യാവശ്യത്തിന് മാറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി വലിപ്പം കൂടിയിട്ടുണ്ട്. കാരണം ടയർ സൈസ് ഗംഭീര ടയർ സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വരാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മൺഗാർഡിലും അവർ കുറച്ച് വലിപ്പം കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നേരെ താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിപൊളി ഒരു അലോയ്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പെറ്റൽ ടൈപ്സ് അലോയ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രണ്ട് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ബാക്ക് ഡ്രം ആയിരിക്കും കേട്ടോ. ഇവൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 110/80 ആണ് വരുന്നത് കേട്ടോ. റിയർ വരുമ്പോൾ 120/70 ആണ് ഇവൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ 125cc എന്നുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ i3s എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാഹനത്തിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ സൂം എക്സ്ടെക് എന്നുള്ള ആ ഒരു ലേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി വാഹനം ഷേപ്പിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സ്പ്രിംഗ് സസ്പെൻഷനാണ് കാണാൻ പറ്റാട്ടോ. ഇനി ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സ്പോർട്ടി ലുക്കിലാണ് ഫുഡ് റെസ്റ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ. വാഹനത്തിൻ്റെ റിയറിലോട്ട് വരാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ടെയിലേം സെക്ഷനിലേക്ക് വരാണെങ്കിൽ LED ടെയിലേമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതും രണ്ട് പോർഷൻ രണ്ടൊരു സെക്ഷനിലായിട്ടാണ് ആ ഒരു ടെയിലേമ്പ് പാർട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സെൻട്രലായിട്ട് നമുക്ക് ഫ്യൂൽ ലെഡും കാര്യങ്ങളും കാണാം. ഈ ഒരു സെൻട്രലായിട്ടാണ് ഹീറോ
ലോഗോ അവർ പഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടാം. നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണാം. നമുക്ക് ഇത്ര വലിയൊരു ടയർ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, റോഡ് പ്രസൻസ് ഒക്കെ ഉഷാറായിരിക്കും. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് മസ്കുലർ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് എക്സോസ്റ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. അതും അടിപൊളി ഷേപ്പിലാണ് എക്സോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത് സീറ്റിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് കേട്ടോ. ഇതിലും ഒരു അപ്ഡേഷൻ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ആക്കാൻ നിൽക്കും. കണ്ടോ, ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ആയി നമ്മൾ വണ്ടി ഓണിലാണെങ്കിൽ ഈ ഒരു ബസർ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അലേർട്ട് വാഹനം തരും. ഈ ഒരു ബസറിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കണേ, അത് പെട്ടെന്ന് അടയ്ക്കാം എന്നുള്ള ആ ഒരു സിഗ്നൽ വാഹനം തരാണ് കേട്ടോ. ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ് കേട്ടോ. കമ്പനി എൻ്റെ മൈലേജ് പറയുന്നത് 52+ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു 48 ഷുവറായിട്ടും കിട്ടും. ഇനി ഇവൻ്റെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, നല്ല ലക്ഷറി ഒരു സീറ്റിംഗ് ആണ് ഇവനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും നല്ല കുഷ്യൻ സീറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ദൂരം വാഹനം ഓടിച്ചാലും ഇരുന്ന് ഓടിക്കുന്ന ആൾക്കാർക്കായിക്കോട്ടെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കായിക്കോട്ടെ നമുക്ക് കംഫേർട്ടായിട്ട് ഇരുന്ന് പോകാം. ഒരു തളർച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ കുഷ്യൻ സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും യാത്രയിൽ നല്ലൊരു കംഫേർട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. നമുക്ക് ഇനി ഇവൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാ സീറ്റ് നമുക്കിവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് അവർ നൽകിയിട്ടുണ്ട് കേട്ടോ. നൈറ്റിലൊക്കെ നമുക്ക് ആ ഒരു പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ബൂട്ട് ലാമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 177 mm ആണ് കേട്ടോ. എന്റെ വെയിറ്റ് വരുന്നതോ 120 കിലോ കേട്ടോ. എന്റെ എഞ്ചിൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എയർ കൂൾഡ് 4 സ്റ്റോക്ക് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 124.6 cc, മാക്സിമം പവർ 7.3, ടോർക്ക് വരുമ്പോൾ നമുക്ക് 10.4 അറ്റ് 6000 RPM കേട്ടോ. ഇനി നമ്മൾ വാഹനം ഓടിക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട, ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് കാല് സുഖമായിട്ട് വെച്ചിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു പോർഷൻ, ആ ഒരു ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കണ്ടോ, 2 പോർഷനായിട്ടാണ് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം കുപ്പിയോ കാര്യങ്ങളൊക്കെ വെക്കാം, ഫോൺ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാം. അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് രണ്ടും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എൻ്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ 110 നിന്ന് നമുക്ക് പുതിയ ഇതിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു മാറ്റം, കുറച്ച് വലിപ്പ വ്യത്യാസം നമുക്ക് ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ നമുക്ക് RTMI പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കണതിനനുസരിച്ചിട്ടുള്ള മൈലേജ് ഇതിൽ കാട്ടും കേട്ടോ. അതുപോലെ നമുക്ക് കാണാം ഫ്യൂൽ ഗേജിൻ്റെ ആ ഒരു ബേസ് കാണാം, ആവറേജ്, ട്രിപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മീറ്റർ ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് 125 സൂമിലും വന്നിട്ടുള്ള കേട്ടോ. ഇട്ട് വന്നു കഴിഞ്ഞാൽ ഡിമ്മ്, പാസിൻ്റെ ആ ഒരു സ്വിച്ചസ് കാണാം. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് എൻജിൻ സ്റ്റാർട്ട്. മുകളിലായിട്ട് നമുക്ക് i3S0 എന്ന് പറയാനുള്ള ഒരു, അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവല് നമുക്ക് പാഴാക്കാണ്ടിരിക്കാനാണ്. ഈ ബ്ലോക്കിലൊക്കെ വണ്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫ്യൂവല് വെറുതെ പോയിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ ഓട്ടോമാറ്റിക് ഓഫ് എന്നുള്ള ഒരു സംഭവമാണ്. പച്ചമരീനുവിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നത് 164 mm ആണ് കേട്ടോ. പച്ചമരീനുവിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ 2 വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്, ZXും VXും കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ZX ആണ്. ഈ 2 വേരിയൻസിലും കൂടിയിട്ട് നമുക്ക് 4 കളേഴ്സാണ് വാഹനത്തിന് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ZXന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,23,727 രൂപയാണ്. VXനാണെങ്കിൽ 1,13,457 രൂപയാണ് വരുന്നത് കേട്ടോ. പക്ഷേ വരപ്പോൾ നമ്മുടെ ഹീറോ സൂം 125ൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തൃശ്ശൂർ കല്യാൺ ഹീറോയിലെ നമ്പർ നമ്മൾ വെക്കും. നിങ്ങൾക്ക് ഈ ഒരു വാഹനമൊക്കെ എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് അവരെ വിളിക്കുക. ടെസ്റ്റ് ഡ്രൈവിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഹീറോ സൂം 125ൻ്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.